വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പൂരവിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് പൂരവിശേഷങ്ങൾ കേട്ടാലോ? കളിമണ്ണ് കളക്ട് ചെയ്തു ഞാൻ. അതുകൊണ്ട് പൂരത്തിന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ കാമന ഉണ്ടാക്കലോ. നമ്മളിവിടെ കണ്ണൂർ നമ്മൾ തളിപ്പറമ്പ് ഏരിയയിലൊക്കെ കാമന ഉണ്ടാക്കുന്ന മണ്ണിൻ്റെ കാമന ഉണ്ടാക്കുക. നേരെ മറിച്ച് പയ്യന്നൂർ അങ്ങോട്ടൊക്കെ പൂവിനെ കൊണ്ടാണ് കേട്ടോ കാമന ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ കളിമണ്ണ് ഉപയോഗിച്ചിട്ട് 6 കാമന ഒരു ഗണപതി ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ ഗണപതിയെയും 6 കാമന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മളിപ്പോൾ സാധാരണ അത് പാലുള്ള ഇലയിലാണ് ഈ കാമന വെക്കുക. നമ്മളിപ്പോൾ അത് ഇവിടെ ഇല്ല, അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, വാഴ ഇലയിലാണ് വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നിടയ്ക്കാണ് ഉള്ളത്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാം റെഡി ആയതിന് ശേഷം മാത്രമേ നിരത്തി മുറ്റത്തേക്ക് പോയിക്കൊള്ളൂ. ചെവിയും തുമ്പിക്കൈയും ഒക്കെ വെച്ചിട്ട് ഗണപതി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാമനും ചെവിയും കഴുത്തും ഒക്കെ വെച്ചു. അതിനുശേഷം നമ്മൾ കുട ചൂടി കൊടുത്തിട്ടുണ്ട് കാമന്മാർക്കും ഗണപതിക്കൊക്കെ. അതായത് ചെമ്പകപ്പൂ ഈർക്കിൽ കോർത്തിട്ട് അവർക്ക് നമ്മൾ എന്ത് ചെയ്തു, കുട ചൂടി കൊടുത്തിട്ടുണ്ട് കാമന്. അമ്മമ്മയും അവളും കൂടി എന്ത് ചെയ്തു, എല്ലാ കാമനെയും അവിടെ നിന്ന് എടുത്തിട്ട്, ഉണ്ടാക്കിയ സ്ഥലത്തു നിന്ന് എടുത്തിട്ട് നേരെ മുറ്റത്ത് നമ്മളെ വിളക്കിൻ്റെ മുമ്പിലായിട്ട് വെച്ചു. അതിനുശേഷം നമ്മൾ പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് പേപ്പർ വൈറ്റ് പേപ്പറിന് എന്ത് ചെയ്തു, കണ്ണുണ്ടാക്കി വട്ടം കളക്ട് ചെയ്തു. കടലാസ് വട്ടത്ത് കളക്ട് ചെയ്തതിന് ശേഷം കറുപ്പ് ഷെയ്ഡ് കൊടുത്തു, കൃഷ്ണമണിയാക്കി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അത് കണ്ണായിട്ട് നമ്മൾ ഉപയോഗിച്ചു. സാധാരണ മഞ്ചാടിക്കൂരും മറ്റേ കുന്നിക്കുരമൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും എവിടെയും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, നമ്മൾ പേപ്പർ വെച്ചിട്ടാണ് കണ്ണാക്കി കൊടുത്തത്. അതുപോലെ വായിനൊക്കെ പല്ല് വെച്ചത് പച്ചരി വെച്ചിട്ടായിരുന്നു. പച്ചരി കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, പല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പല്ല് വെച്ച് കൊടുത്തു. ചെറിയ അരി കളക്ട് ചെയ്തിട്ട് വയ്ക്കാൻ നല്ല പാടാണ്. 3-4 എണ്ണം വെച്ച് കൊടുക്കും ഒരാൾക്ക്. വീണ് പോകുന്നു, ചെറിയ അരിയല്ലേ. ഇപ്പോൾ കാണുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഇല്ലേ നമ്മളെ കാമനയൊക്കെ കാണുമ്പോൾ. എല്ലാവർക്കും നമ്മൾ 6 പേർക്കും അങ്ങനെ പല്ല് വെച്ച് കൊടുത്തു. പിന്നെ ഗണപതിക്കും ബാക്കി കാമനൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കണ്ണും വെച്ചു. അതിന് ശേഷം സന്ധ്യക്ക് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാമന് വിളക്കൊക്കെ വെച്ച് കെണ്ടിയിൽ വെള്ളമൊക്കെ തയ്യാറാക്കി വെച്ചു. അതിന് ശേഷം നമുക്ക് പൂവിടണം. അതിന് വേണ്ടി തുമ്പിയും മുത്തും കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. അവരെ നമ്മൾ എന്ത് ചെയ്തു, പൂവിടാൻ വേണ്ടി അവിടെ ഇരുത്തി. അതിന് ശേഷം കയ്യിൽ പൂ വെച്ച് കൊടുത്തു. തുമ്പിയുടെ ആദ്യത്തെ പൂരാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ തുമ്പിയെ അവിടെ മടിയിലിരുത്തിയിട്ട് കയ്യിൽ പൂ വാങ്ങി. എന്നിട്ട് കാമന് 3 പ്രാവശ്യം വാങ്ങണം കേട്ടോ. 3 പ്രാവശ്യം വാങ്ങിയതിന് ശേഷം കാമന് ഇട്ട് കൊടുത്തു പൂവ്. 2 പേരും കൂടി കാമന് ചുറ്റും പൂവൊക്കെ ഇട്ട് കൊടുത്തു. ശേഷം വെള്ളം കൊടുക്കണം കാമന്. ചെമ്പകപ്പൂ എടുത്തിട്ടാണ് സാധാരണ വെള്ളം കൊടുക്കുക. പെട്ടെന്ന് കിട്ടിയത് ചെമ്പരത്തി പൂവായിരുന്നു. അതുകൊണ്ട് അത് വെച്ചിട്ട് നമ്മൾ വെള്ളം കൊടുത്തു കാമന്. നാളെയാണ് കേട്ടോ കാമനെ പറഞ്ഞയക്കുന്ന ചടങ്ങ്. നാളെ കാമനെ ഒരു പാട്ടൊക്കെ കൂടി ഇങ്ങനെ പറഞ്ഞയക്കും. ഇതൊക്കെ എടുത്ത് കിണറ്റിൻ പക്കത്തിട്ട പൂക്കളും ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷം നാളെ നമ്മൾ കാമനെ പറഞ്ഞയക്കുന്നൊരു ചടങ്ങുണ്ട്. രാവിലെ കാമന് ചോറുണ്ടാക്കി കൊടുക്കും. അതിനുശേഷം വൈകുന്നേരം അടയൊക്കെ ആക്കി കൊടുക്കും. വിളക്കൊക്കെ വെച്ച് വീണ്ടും ഒന്ന് കുളിപ്പിച്ച് അടയൊക്കെ കൊടുക്കും കാമന്. പൂരാടാന്ന് കേട്ടിട്ടുണ്ടോ? നമുക്ക് നാളെ ആ വിശേഷങ്ങളായിട്ട്